Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. So yeah, it's around 6:30 a.m. Breakfast in the paniyakka kainittu I'm going to start a new thing. Actually this video is all about homemaking habits to be more productive and flexible. So yeah, it's a baking day. I'm not a baking person. Actually, I don't know how to bake. The basic truth is that. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ പോലും ട്രൈ ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും അത് എത്രത്തോളം ഈസി ആണെന്ന് എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. സോ ബേക്കിംഗ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒരു സ്മോൾ അൺബോക്സിംഗ് ആണ്. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ബ്ലാക്ക് ഡക്കർ. ഐ ആം എ വെരി ബിഗ് ഫാൻ ഓഫ് ബ്ലാക്ക് ഡക്കർ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. എൻ്റെ കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ബ്ലാക്ക് ഡക്കറിൻ്റെതാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. എപ്പോഴും നല്ല ഗുഡ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോഴും ഐ എം സോ ഹാപ്പി, ഡിസപ്പോയിൻറ്റഡ് അല്ല. ആൻഡ് യാ, ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ബ്ലാക്ക് ഡക്കറിൻ്റെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ആണ്. നോട്ട് ഹാൻഡ് ബ്ലെൻഡർ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇറ്റ്സ് കം വിത്ത് എ പോട്ട്, എ വെരി ലൈറ്റ് വെയ്റ്റ് പോട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഹാൻഡ് ബ്ലെൻഡും ചെയ്യാം, സ്റ്റാൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ സ്റ്റാൻഡ് ബ്ലെൻഡും ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് ഹാൻഡ് ബ്ലെൻഡ് ആയിട്ടും അവൈലബിൾ ആണ്, ഇതുപോലെ തന്നെ സ്റ്റാൻഡ് ബ്ലെൻഡ് ആയിട്ടും അവൈലബിൾ ആണ്. ഞാനിവിടെ പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഇത് റിട്ടേൺ അയക്കണമെന്നൊക്കെ ആദ്യം വിചാരിച്ചു ബിക്കോസ് ഓഫ് ദ സൈസ്. പക്ഷേ ആക്ച്വലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നോർമൽ മിക്സ്ചറിൻ്റെ സൈസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇത് താഴത്ത് സ്റ്റിക്കബിൾ ആയതുകൊണ്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്ത് പോകുന്നില്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു പോർഷനിലാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല ഹാർഡായിട്ട് അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇത് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്കത് ഇൻസേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഈസിയാണ്. ഹാൻഡ് ബ്ലെൻഡറിൻ്റെ മുകളിൽ 3 to 4 ബട്ടൺസ് വരുന്നുണ്ട്. സ്റ്റാൻഡ് ബ്ലെൻഡറിൻ്റെ മുകളിൽ 2 ബട്ടൺസും വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്കിതിൻ്റെ പോട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പോട്ട് ഈസ് സോ ഗുഡ്. ഈ പ്രൊഡക്റ്റ് ഈ ഒരു സൈസിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇറ്റ്സ് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്, ഫുഡ് സേഫ് ആണ്, പ്രശ്നമൊന്നുമില്ല. നമുക്ക് അറൗണ്ട് ഒരു 3 or 4 കേക്ക്സ് അറ്റ് എ ടൈം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ അത്രയൊന്നും എന്തായാലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ടോഡ്ലേഴ്സോ മദേഴ്സോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസി ഹോം മേക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് റിമൂവ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. നമ്മളുടെ ഈ ബ്ലെൻഡറിൻ്റെ ഹെഡ് പോർഷനിലുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഈ ഹാൻഡ് ബ്ലെൻഡർ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പുതിയതായിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കണ്ടോ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ 4 ബ്ലേഡ്സ് ആണ് വരുന്നത്. 2 ബ്ലേഡ് ഫോർ ബേക്കിംഗ് ആൻഡ് 2 ബ്ലേഡ് ഫോർ മേക്കിംഗ് ചപ്പാത്തി ഡോ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തിയും പൂരിക്കൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി നോക്കി. അൽഹംദുലില്ലാ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ യാ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഐ ഗോട്ട് ലോട്ട് ഓഫ് മെസ്സേജ് റിഗാർഡിങ് ദ ലാസ്റ്റ് വീഡിയോ. അൽഹംദുലില്ലാ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ കമൻറ്റ്സാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക കുറച്ചുകൂടി സ്പെഷ്യലായിട്ടുള്ളത്. ബിക്കോസ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ്. ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി. ആൻഡ് യാ, ഞാനതിൻ്റെ ബ്രോഷറൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു. ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ ബ്രോഷർ നന്നായിട്ട് ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അതിൻ്റെ യൂസേജ്, അതിൻ്റെ ക്ലീനിങ് പർപ്പസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് റീഡ് ചെയ്തു. അതിൻ്റെ പോട്ടും നന്നായിട്ട് വാഷ് ചെയ്തു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ എം പ്ലാനിങ് ഫോർ മേക്കിംഗ് എ യമ്മി സ്പോഞ്ച് കേക്ക്, പ്ലെയിൻ കേക്ക്. ഇറ്റ്സ് എ വെരി സ്മോൾ റെസിപ്പി ഫ്രം മൈ മോം. ഷീ ഈസ് എ വെരി ഗുഡ് ബേക്കർ. ബേസ് കേക്ക്, ക്രീം കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സിബ്ലിങ്സിൽ ഒരാൾ നന്നായിട്ട് ക്രീം കേക്കും ഉണ്ടാക്കും.
സോ നമുക്ക് ബേക്കിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ എം സോ കൺഫ്യൂസ്ഡ്. സോ ഓരോ കാര്യങ്ങളും ഞാൻ ബ്രോഷറിൽ നോക്കിയിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രമാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി നിന്നത്. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ എല്ലാ പ്രൊഡക്റ്റും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമുക്ക് തരുന്ന ഇൻഫോർമേറ്റീവ് പേജിൽ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ക്ലീനിങ് ആണെങ്കിലും പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിലും മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ യൂസേജ് പോലെ തന്നെ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിട്ട് പോകും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡാമേജ് ചാൻസസ് ഒക്കെ എത്ര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണെങ്കിലും കൂടുതലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞാൻ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 3 എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് അതിൻ്റെ സ്പീഡ് 1 to 2 പിന്നെ 2 to 3 3 to 4 എന്ന് പറഞ്ഞ് കുറച്ച് ടൈം പീരീഡ് വിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറൻ്റ്ലി ഞാൻ 2 ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് ആകുമ്പോഴേക്കും നമുക്ക് ബേക്കിംഗ് പോട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാം. ഇറ്റ്സ് എ വെരി സ്മോൾ ബേക്കിംഗ് പോട്ട്, റെക്ടാങ്കിൾ ഷേപ്പ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം ഡേ ടു ഡേ കറാമ. I think it's around 8.99 or 9 AED. It's really good. നന്നായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ സ്റ്റിക്കി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എഗ്ഗ് അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലാക്കിയതിൻ്റെ ശേഷം വേണം എഗ്ഗ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാൻ. അതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേബി അബൂദ് ഈസ് നോട്ട് മച്ച് ഓക്കെ വിത്ത് ഷുഗർ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 250 gram ഒക്കെ കുറച്ചിട്ടാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 250 ml 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പോട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ബട്ടർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടോ ബ്രഷ് ചെയ്തിട്ടോ കൊടുക്കണം. അത് ആ പോട്ടൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പോട്ട് നന്നായിട്ട് സ്മൂത്ത് ആവുകയും ചെയ്യും. നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു 5 to 10 minutes റെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെയും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ആ മെഷീൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി കുറയ്ക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബ്രോഷറിലുള്ളത്. പക്ഷെ ഞാൻ ഇത്ര നേരം ബ്ലെൻഡ് ചെയ്തിട്ടും ഇത് ഹീറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. സോ ഇറ്റ്സ് ഗുഡ്. ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെഷീൻ്റെ ഹീറ്റിംഗ് കൂടും. ഷുഗർ ആഡ് ചെയ്തതിൻ്റെ ശേഷം ഞാനൊരു 10 minutes കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പോട്ട് അതൊന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. അതിലേക്ക് ഞാൻ 250 ml 1.5 കപ്പ് ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറും വെച്ചിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ വീറ്റ് ഫ്ലോറും വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് കംസ് ഔട്ട് റിയലി ഗുഡ്. എനിക്ക് തോന്നുന്നു ഓൾ പർപ്പസ് ഫ്ലോർ വെച്ച് ചെയ്തതിനേക്കാളും വീറ്റ് ഫ്ലോർ വെച്ച് ചെയ്തതാണ് ഒന്നുകൂടി നന്നായിട്ടുണ്ടായിരുന്നത്. മേ ബി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്തത്. അതുകൊണ്ട് അത് പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഈ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യരുത്. നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ ബട്ടർ ബ്രഷ് ചെയ്ത നമ്മളുടെ ബേക്കിംഗ് പോട്ടിലേക്ക് ഇത് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വനില എസൻസും ഒരു പിഞ്ച് സോൾട്ടും കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെൽറ്റഡ് ബട്ടർ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അതാണ് ഞാനത് പറയാനും വിട്ടുപോയത്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വനില എസൻസും ഒരു പിഞ്ച് സോൾട്ടും 1 tablespoon ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 50 gram ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടും. ആൻഡ് ഞാൻ ജസ്റ്റ് എൻ്റെ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3 minutes. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച പോട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബേക്കിങ്ങിൻ്റെ കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് ടൈമും ടെമ്പറേച്ചറും കുറച്ച് വെച്ചതിൻ്റെ ശേഷമാണ് ബേക്ക് ചെയ്യാൻ വെച്ചത്. ഞാൻ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യാൻ വെച്ചെടുത്ത് മാത്രമേ വളരെ ലൈറ്റായിട്ട് ഒന്ന് പാളിപ്പോയത്. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ പറയുന്ന കറക്റ്റ് ടൈമിൽ നിങ്ങൾ കുക്ക് ചെയ്യാൻ വെച്ചാൽ ചിലപ്പം കേക്ക് നന്നായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ കേട് വന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടൈമും ഒന്ന് കുറച്ച് വെച്ചതാണ്. പക്ഷെ ഒട്ടും പേടിക്കണ്ട. സെക്കൻഡ് ടൈം ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചപ്പം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ക്ലിപ്സ് ഒന്നും എടുത്തില്ല, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ, ദ കേക്ക് വാസ് റിയലി ഗുഡ്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ആൻഡ് എ സ്പെഷ്യൽ ഡിസ്ക്ലൈമർ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എയർ ഫ്രയർ ആണെങ്കിലും ഓവനാണെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാണ്ടിരിക്കുക. അത് കേക്കിൻ്റെ ഫ്ലഫിനെസ് കുറയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. കേക്കിൻ്റെ പോട്ട് എയർ ഫ്രയറിന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നോക്കിയതുകൊണ്ട് കേക്കിൻ്റെ ഫ്ലഫിനെസ്സും അതുപോലെ തന്നെ കേക്ക് ഒന്ന് താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ബേക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ സെക്കൻഡ് ടൈം മുതൽ ഞാൻ അതൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ബേക്കേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ന്യൂ ബോൺസിൻ്റെയും അല്ലെങ്കിൽ ബിസി ഹോം മേക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവനിങ് നമ്മൾ അബുദാബിയിൽ ഒന്ന് പോയി. എൻ്റെ ഹസ്ബൻഡ് ഫാമിലി ഇന്ന് അബുദാബിയിലേക്ക് വെക്കേഷന് വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അബുദാബിയിൽ പോകാമെന്ന് പെട്ടെന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് നമ്മൾ അബുദാബിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റായി. 4:30 ഫ്ലൈറ്റ്. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരെ കറൻ്റ്ലി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അബുദാബി പുതിയ എയർപോർട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ സിസ്റ്റർ ഇൻ ലോ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷീ സെഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അന്നത് ഓപ്പൺ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 1 or 2 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ആളുകളുടെ വീഡിയോസിൽ ഞാൻ ഈ എയർപോർട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മൊബൈലിലെ ക്യാമറയിലോ അല്ലെങ്കിൽ ക്യാമറയിലോ പകർത്തുന്ന ചിത്രങ്ങൾക്ക് കണ്ണിലൂടെ കാണുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് പറയുന്നത് എത്രയോ ശരിയാണെന്ന് എനിക്ക് ഈ ഒരു എയർപോർട്ട് കണ്ടപ്പം ഒരു റിയലൈസേഷൻ ആയിരുന്നു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഭയങ്കര ലൈറ്റിംഗ് നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര ദൂരെ വേണമെങ്കിലും വ്യൂസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ കാണുന്നത് മൊത്തവും നമ്മളുടെ പാർക്കിംഗ് ഏരിയ ആണ്. ഇത് നൈറ്റ് വ്യൂ ആണ്. മോർണിംഗ് വ്യൂ മേ ബി ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതെൻ്റെ കുഞ്ഞു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റിലെ കുറച്ച് വീഡിയോസിന് ഐ ഗോട്ട് ലോഡ് ഓഫ് കമൻസ് ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് എൻ്റെ വീഡിയോൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നിങ്ങൾ ആ വീഡിയോൻ്റെ താഴെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് അയക്കുന്നത്. ഐ ഗോട്ട് ലോഡ്സ് ഓഫ് മെസ്സേജ് ഓൺ ഇൻസ്റ്റഗ്രാം ഓൾസോ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മാക്സിമം ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അയക്കാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ച് അയക്കാറുണ്ട്. ഐ എം സോ ഹാപ്പി. Anyway, that's it. If you like this video, please don't forget to like, share, comment and subscribe. Thank you.